കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ റിസൾട്ട് വന്നു. ഏതാണ്ട് 15 ദിവസത്തോളം കേരളത്തിലെ ജനങ്ങളെല്ലാം കാത്തിരുന്നതാണ്. ആരാണ് മുഖ്യമന്ത്രി എന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു. ആ ആകാംക്ഷ അത് അവസാനിച്ചിരിക്കുകയാണ്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ശ്രീ വി.ഡി. സതീശനെ കോൺഗ്രസ് UDFൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ വർഷം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവുകയും പ്രതിപക്ഷ നേതാവായിരുന്ന ശ്രീ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തിരിക്കുകയാണ്. ജനാധിപത്യത്തിൽ ഇങ്ങനെയാണ്. ആരും സ്ഥിരമായിട്ടിരിക്കത്തില്ല. ജനങ്ങളാണ് അധികാരികൾ. അധികാരിപ്പെട്ട ജനങ്ങളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത്തരത്തിൽ എന്തായാലും ഇനി സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളാണ്. ഇനി അത് സത്യപ്രതിജ്ഞ ചെയ്യണം. പക്ഷേ ജനങ്ങളോട് ചോദിക്കുമ്പോൾ ജനങ്ങളെല്ലാം പറയുന്നത് എന്തായാലും ഭരണത്തിൽ കയറട്ടെ, സത്യപ്രതിജ്ഞ ചെയ്യട്ടെ, ജനങ്ങൾക്ക് ഹിതകരമായിട്ടും ജനങ്ങൾക്ക് ഗുണകരമാകുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്യണം. പ്രതീക്ഷിച്ച ആൾ തന്നെയാണ്, ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഭൂരിഭാഗം ജനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ആര് വന്നാലും വ്യക്തിയല്ല, പാർട്ടിയല്ല, അവർക്ക് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന മുഖ്യമന്ത്രിമാർ തന്നെ വരണമെന്നാണ് ജനങ്ങളുടെ ഭൂരിഭാഗം പേരുടെ അഭിപ്രായം. എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഇത്രയും താമസമുണ്ടെങ്കിൽ ഇനിയുള്ള നടപടിക്രമങ്ങൾ തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള നടപടിക്രമങ്ങളും സാധാരണക്കാരായ ജനങ്ങൾക്കും കേരളത്തിലുള്ളവർക്കുമൊക്കെ ഗുണകരമാകുന്ന ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ഭരണം നടക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ. ഇപ്പോൾ തന്നെ ഈ ഭരണം ഇപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപനം തന്നിട്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ പ്രകടനത്തിലും സന്തോഷ പ്രകടനത്തിലെല്ലാം ശ്രീ വെള്ളാപ്പള്ളി നടേശനെയും ശ്രീ സുകുമാരൻ നായരെയൊക്കെ അവർക്കെതിരെയായിട്ടാണ് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് പാണക്കാട് ശിഹാബ് അല്ലെങ്കിൽ തങ്ങൾ അല്ലെങ്കിൽ പാണക്കാടുള്ളവരാണ് നമ്മളെ ഭരണത്തിന് കൈത്താങ്ങായി നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും അത്തരത്തിലൊരു ആഘോഷ പ്രകടനങ്ങൾ നടക്കുന്ന കാണുകയുണ്ടായി. എന്തായാലും ഭരണം വരട്ടെ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കഴിഞ്ഞു. തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ 10 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി തുടരുന്ന ഒരു കാഴ്ചയാണ് കാണേണ്ടത്. എന്തായാലും ഭരണം വരട്ടെ. ജനങ്ങൾ ആകാംക്ഷയോടാണ്. അവർക്ക് സുതാര്യമായും പാവപ്പെട്ടവർക്കും അവർക്കെല്ലാം നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഞങ്ങൾക്ക് നന്മ ചെയ്യുന്ന മന്ത്രിയായിരിക്കണം. പ്രതീക്ഷിച്ച മുഖ്യമന്ത്രിയാണോ കിട്ടിയേക്കുന്നത്? അങ്ങനെ ചോദിച്ചാൽ നമുക്ക് ഭരണം കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. മനസ്സിൽ വേറെ ആരെങ്കിലും ആയിരുന്നോ മുഖ്യമന്ത്രിയായിട്ട് സങ്കല്പിച്ച്? അങ്ങനെയൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. അപ്പോൾ നമുക്ക് നല്ല ഭരണം കിട്ടുന്ന ഒരു മുഖ്യമന്ത്രി വരണമെന്നാണ്. അതെ, തീർച്ചയായും. ഇപ്പോഴത്തെ പ്രഖ്യാപനം നമ്മുടെ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസം നല്ല രീതിയിലായിരിക്കണം. അങ്ങനെയൊക്കെയുള്ള ഇവര് സൗജന്യമായിട്ട് ബസ്സിലൊക്കെ യാത്ര നൽകുമെന്ന് പറഞ്ഞു. അതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെയൊന്നുമില്ല. നമ്മൾ അപ്പം അതിന് ട്രാൻസ്പോർട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കണ്ടേ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് ഏത് ബസ്സാണ് കിട്ടുന്നത് അതിൽ നമ്മൾ പോകും. അപ്പം അല്ല, ഈ സൗജന്യം എന്ന് പറഞ്ഞാൽ അത് വെയിറ്റ് ചെയ്ത് നിൽക്കത്തില്ല. അതറിയില്ല, അത് വരട്ടെ, വരുമ്പോൾ അറിയാം. വരുമ്പോൾ അന്നൊരു സാഹചര്യം പൊളിച്ച്. എന്നാലും മുഖ്യമന്ത്രി ഇനി ഭരണം കണ്ടിട്ട് വിലയിരുത്താമെന്നാണ് പറയുന്നത്. അതെ, വി.ഡി. സതീശനുള്ള വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിപ്പോൾ അങ്ങനെ തന്നെ നടന്നു. എന്നാലും നമ്മുടെ മനസ്സിൽ കുറച്ച് സങ്കല്പങ്ങളൊക്കെ ഉണ്ടോ പുതിയ മുഖ്യമന്ത്രിയെ കുറിച്ച്? വരുമ്പോൾ നല്ലൊരു ഭരണം പ്രതീക്ഷിക്കുന്നു. ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നല്ലൊരു ഭരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്തായാലും ഭരണം നടക്കട്ടെ. പ്രഖ്യാപനം വന്നല്ലേ ഉള്ളൂ. വന്ന് കണ്ടിട്ട് വിലയിരുത്താം എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. നല്ലത് ചെയ്യണം, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യണം. പിള്ളേർക്ക് വിദ്യാഭ്യാസത്തിന് ഇതാണോ പ്രതീക്ഷ? വി.ഡി. സതീശനെ പോലൊരു മുഖ്യമന്ത്രിയാണോ പ്രതീക്ഷ? എന്തായാലും ഭരണം മാറി മരിക്കുമല്ലേ, നല്ലത് വരുമെന്നുള്ള പ്രതീക്ഷയാണ്. എന്തായാലും തുടങ്ങിയതേ ഉള്ളൂ. അതിന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് ഭരണം തുടങ്ങട്ടെ, അതിനുശേഷം വിലയിരുത്താനാണോ? ഭരണം നല്ലോണം നടത്തട്ടെ എന്നുള്ള ആഗ്രഹമാണ് നമ്മുടെ. ആര് മുഖ്യമന്ത്രിയായിട്ട് വന്നാലും ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന്. ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ ഭരണം കണ്ടിട്ട് വിലയിരുത്താം. അതേ പറ്റത്തുള്ളൂ. അല്ലാതെ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്നത്തെ പ്രഖ്യാപനത്തോടു കൂടി എന്തെങ്കിലും വിലയിരുത്താൻ പറ്റത്തില്ല. എന്റെ അഭിപ്രായത്തിൽ ഭരണം കണ്ടിട്ട് അതിന്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞ് സത്യപ്രതിജ്ഞയൊക്കെ ചെയ്ത് ഭരണം തുടങ്ങിയിട്ട് ജനങ്ങൾക്ക് ഉപകാരമാകുന്ന കാര്യങ്ങളും പദ്ധതികളും ഒക്കെ ആണെങ്കിൽ നമ്മൾ അന്നേരം അഭിപ്രായം അംഗീകരിക്കും. ജനങ്ങൾക്ക് പുരപ്രദം ആരായാലും ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും വേണ്ടിയത്. നല്ല പ്രവർത്തനം, ജനക്ഷേമ പ്രവർത്തനങ്ങൾ അതാണെങ്കിൽ എല്ലാവരും അംഗീകരിക്കും. കാഴ്ചവെക്കണം, അത്രയേ ഉള്ളൂ. ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ നല്ല ഭരണം കാഴ്ചവെച്ചാൽ അന്നേരം അഭിപ്രായം പറയാനാണോ? ഇപ്പോൾ പ്രഖ്യാപിച്ചതേ ഉള്ളൂ. ഇനി അതിൻ്റെ നടപടിക്രമങ്ങൾ കഴിഞ്ഞിട്ട് എന്നാണോ? വേറെ പ്രത്യേകിച്ച് പ്രതീക്ഷകളൊന്നുമില്ല. ഒരു പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൗജന്യ യാത്ര KSRTCയിൽ നല്ല രീതിയിൽ ഭരിച്ചാൽ മതി. ആരായാലും സൗജന്യ യാത്ര ഞങ്ങൾക്ക് അങ്ങനെ വലിയൊന്നുമില്ല. ആരും വന്നാലും ഭരിക്കണം, നല്ല രീതിയിൽ ഭരിക്കണം.
അപ്പൊ ഇന്ന വ്യക്തി എന്നുള്ള സങ്കല്പമൊന്നും ഇല്ലായിരുന്നു. വി ഡി സതീശനായാലും കുഴപ്പമൊന്നുമില്ല. ആരായാലും പ്രശ്നമില്ല, ജനങ്ങൾക്ക് നന്നായിരിക്കണം, അത്രേ ഉള്ളൂ. ഇത്തരത്തിൽ വി ഡി സതീശനെ പോലെ ഒരാളെയാണോ പ്രതീക്ഷ? അപ്പോൾ എന്തായാലും പിന്നെ ഭരണം എന്താ സത്യപ്രതിജ്ഞ കഴിഞ്ഞതിന് ശേഷം പറയത്തുള്ളൂ. നല്ല ബി ഡി എസ് വന്നതിൽ നന്നായിരിക്കും തോന്നുന്നു. എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മൾ പ്രതീക്ഷിച്ച ആളാണോ വി ഡി സതീശൻ? പിന്നെ ഞങ്ങൾക്ക് ലൈഫിൽ ഞങ്ങൾ 18-19 വർഷം കൊണ്ട് ഞങ്ങൾ എഴുതി കൊടുത്തേ വീടിൻ്റെ ഇതിനായിട്ട്. ഞങ്ങൾക്ക് ലിസ്റ്റിൽ പേരുണ്ടെന്നല്ലാതെ ഇതേവരെ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അത് ഇത്രയും വേഗത്തിൽ പ്രഖ്യാപനം നടത്തിയുള്ളൂ. ഇനി സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണം തുടങ്ങട്ടെ. അപ്പൊ നിങ്ങൾ അതിന് വേണ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെടും. നിങ്ങളുടെ വാർഡ് മെമ്പറും പഞ്ചായത്തിലൊക്കെ ബന്ധപ്പെടുമ്പോൾ അതനുസരിച്ച് അതിന് പരിഹാരം ഉണ്ടാവും നോക്കട്ടെ. നമ്മൾ ഇനി വോട്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പൊ പ്രതീക്ഷിച്ചാണോ വി ഡി സതീശനെ? പ്രതീക്ഷയാണോ? രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ അങ്ങനെ ആരെങ്കിലും വരികയാണെങ്കിലും പ്രതീക്ഷിച്ചായിരുന്നു. സതീഷ് സാറല്ലേ കയറിയത്, കുഴപ്പമില്ല, ഭരിക്കട്ടെ. ഇത് ചെയ്യുന്നവർക്ക് നല്ലത് നല്ലത് ചെയ്താൽ മതി. പാവത്തുങ്ങൾക്ക് നല്ലത് ചെയ്താൽ മതി. അപ്പൊ നല്ലത് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയാണോ? പ്രതീക്ഷയുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണത്തിൽ കയറിയെങ്കിലേ വിലയിരുത്താൻ പറ്റത്തുള്ളൂ. ആന്ന്. വേറെ ആരെങ്കിലും പ്രതീക്ഷ? രമേശ് ചെന്നിത്തലയോ വേണുഗോപാലോ? ഇല്ല. വി ഡി സതീശൻ തന്നെ ആവണമെന്നോ പ്രതീക്ഷ? ഞങ്ങളുടെ വീട്ടിലെ എല്ലാവർക്കും അങ്ങനെ തന്നെ. ആണോ? നിങ്ങളുടെ പ്രതീക്ഷയ്ക്കത്ത അനുസരിച്ച വ്യക്തി തന്നെ വന്നു മുഖ്യമന്ത്രിയായിട്ട്. അപ്പൊ നിങ്ങളെ പ്രതീക്ഷയ്ക്കനുസരിച്ചുള്ള പ്രവർത്തനം ഭരണം നടത്തണമെന്നാണ് ആഗ്രഹം.